പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഏകജാലക സംവിധാനത്തിൽ കൂടി 1-ാം വർഷ ഹയർ സെക്കൻഡറി അഡ്മിഷന് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപേക്ഷ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നതെന്നതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും തന്നെ വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഇവിടെ പലപ്പോഴും കാണാറുണ്ട്, കുട്ടികൾ തന്നെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ ഇരുന്ന് ചെയ്യുന്ന ഒരു പ്രവണത. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു പിഴവാണ് വേണ്ടത്ര സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ സ്കൂളുകളൊക്കെ വയ്ക്കാതിരിക്കുക. ഫലമോ നമുക്കറിയാം, ഇന്ന് റിസൾട്ടിൻ്റെ ബാഹുല്യം, അതായത് A+കാരും A ഗ്രേഡ് ഉള്ളവരൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ആദ്യമേ വയ്ക്കുക. അതോടൊപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഒരു കോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ കൊടുക്കുക. അങ്ങനെ വേണ്ടത്ര ഭാഗങ്ങൾ നമ്മൾ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. സയൻസ് ഗ്രൂപ്പ് ഉള്ള സ്കൂളിൽ മാത്രം വെച്ചിട്ട് മറ്റൊരു കോഴ്സും മറ്റൊരു കോമ്പിനേഷനും വയ്ക്കാതിരിക്കുന്നൊരു പ്രവണത കുട്ടികൾ കാണുന്നുണ്ട്. സംഭവിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കോഴ്സിന് നമ്മളെക്കാൾ മാർക്കുള്ള അല്ലെങ്കിൽ ഗ്രേഡ് പോയിൻ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കായിരിക്കും അഡ്മിഷൻ ആദ്യം കിട്ടുക. ഫലമോ നമ്മൾ ചിലപ്പോൾ 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ അലോട്ട്മെൻറ്റിൽ പോലും പരിഗണിക്കപ്പെടാതെ പോകാം. പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോഴായിരിക്കും നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ നെട്ടോട്ടം ഓടേണ്ടി വരിക. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുകയും അവരുടെ സഹായത്തോടെ അപേക്ഷ പൂർത്തിയാക്കി സമർപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇനി അതല്ലാത്ത പക്ഷം നിങ്ങൾ പഠിച്ച സ്കൂളിലെ അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുഖാന്തരമാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര സ്കൂളുകൾ വേണ്ടത്ര കോഴ്സുകൾ വെച്ച് തന്നെ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. മറ്റ് പിഴവുകൾ ഉണ്ടാതിരിക്കാനായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അതോടൊപ്പം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ ആധാർ മുതലായവയുടെ കോപ്പികൾ കയ്യിൽ കരുതിക്കൊണ്ട് വേണം ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. 16-ാം തീയതി ആരംഭിക്കുന്ന ഈ ഏകജാലക സംവിധാനത്തിലേക്കുള്ള അപേക്ഷാ സമർപ്പണത്തിന് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ ഇതിന് വേണ്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ ഡാറ്റ ഫോം നൽകുന്നുണ്ട്. നിങ്ങൾ ആ ഫോം വാങ്ങി അതിൽ കൃത്യമായി കാര്യങ്ങൾ പൂരിപ്പിച്ച് ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുക. അതോടൊപ്പം അവിടുന്ന് അപേക്ഷ പൂരിപ്പിച്ച് ഓൺലൈനായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധക്കുറവ് മൂലം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള അവസ്ഥ വരാതിരിക്കാനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ അപേക്ഷകൾ പൂരിപ്പിച്ച് അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.